വൈറ്റ് ലൈൻ വേൾഡ് എന്ന മാധ്യമത്തിലെ വ്യൂവേഴ്സിന്, അതായത് ഞങ്ങളുടെ ബ്ലോഗ് വ്യൂവേഴ്സിനും വൈറ്റ് ലൈൻ വേൾഡിലെ വായനക്കാർക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾക്ക് എല്ലാവർക്കും വളരെ വളരെ സുപരിചിതനായ ത്യാഗരാജൻ, നല്ലൊരു മ്യൂസീഷ്യനാണ്. ത്യാഗരാജനെയാണ് ഇന്ന് നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സംഗീതത്തിനെ പറ്റിയിട്ടും ഈ സിനിമാ രംഗത്തിനെ പറ്റിയിട്ടും സിനിമാ മ്യൂസിക്കിനെ പറ്റിയിട്ടും എല്ലാം സംസാരിക്കാനായിട്ട് ശ്രീ ത്യാഗരാജൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ത്യാഗരാജനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചെറിയ മ്യൂസിക്കൽ നോളേജ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു വലിയൊരു മ്യൂസീഷ്യനൊന്നുമല്ല. എന്തെങ്കിലും അപാകതകൾ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സ് ക്ഷമിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ തുടങ്ങുകയാണ്. നമസ്കാരം. പ്ലീസ് ടെൽ us more about music and about your music career. Music, my whole family is a music family, but those days music was taboo for male members. Okay. So the music, whatever music I had, I could only suppress it. And then when I finished my SSC or something, then the desire which was in my heart, I then started learning music systematically. And for this I have to earn, because if I am not earning, I cannot go take my own decision. Okay. Tyagu, വോക്കൽ ആയിരുന്നോ അതോ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നോ? ആദ്യത്തിലെ ഇൻട്രസ്റ്റ് വോക്കലാണ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ ബേസിക്. നോ, കോസ്റ്റ് എഫക്റ്റീവ്, very economical, you need not spend anything. Okay. So basically I was interested in singing. I used to sing. So singing was, then I started learning instruments. Okay. അപ്പോൾ മുമ്പ് ത്യാഗരാജൻ പാടുമായിരുന്നു. Yeah. അതിനുശേഷം ഒരുപാട് പേരെ പാടിപ്പിച്ചു അല്ലേ? ഒരുപാട് പേരെ പാടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതില് മോസ്റ്റ് മെമ്മറബിൾ ആരെയൊക്കെയാണ് പാടിപ്പിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഓർക്കസ്ട്രയിലോ അല്ലെങ്കിൽ കാസറ്റ്സിലോ ഓഡിയോ ഇതിലോ? See, that way I have this ability to judge a person. Okay. How he is singing. From his singing, I used to judge him. My judgment is never wrong. 99% it has been correct. That greatest example is Hariharan. Okay. So Hariharan, when he sang, that time itself I knew that this man is this boy. അത് ഏത് വർഷമായിരുന്നു? I don't remember it. Can be 74. Did you happen to give him a feedback on that period when he was singing for you? ഹരിഹരനോട് പറഞ്ഞിരുന്നു you will become a top? No. പറഞ്ഞില്ല. No, I didn't do that. Because at that time I was not aware that I have got this capacity. But gradually when I started seeing people coming up, then I came to know that I have got this capacity. But this was told to me by one astrologer that I have got this capacity. അത് അറിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും യൂസ് ചെയ്തു? ഏതെങ്കിലും വലിയ സിംഗേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അപ്കമിങ് സിംഗേഴ്സിൻ്റെ അടുത്തോ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ടോ? അതായത് ആ പ്രിഡിക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ? Yes, many people have now, at least in the music field, they have taken it as a full-time music, and they are at least singing in some films. And they have in reality shows they have taken part, and they have won also. അത് അങ്ങനെ അല്ല. ബോംബെയിൽ ഇപ്പോൾ ത്യാഗരാജൻ എന്നൊരു മ്യൂസീഷ്യനെ അറിയുന്നത് തന്നെ ഒരു സ്റ്റേജ് പെർഫോമർ, ഇൻസ്ട്രുമെന്റ്സ് പെർഫോമർ എന്നുള്ളതിലാണല്ലോ അറിയുന്നത്. അപ്പൊ ബോംബെയിൽ ഒരുപാട് സിംഗേഴ്സ് ഇല്ലേ? ഒരുപാട് അപ്കമിങ് സിംഗേഴ്സ്, ഓൾറെഡി റീച്ച്ഡ് ദ ലെവൽ സിംഗേഴ്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇപ്പൊ തമിഴിലെ ഒരു ആൽബം
ആൽബം ഒരു ഡിവോഷണൽ ഏതായിരുന്നു, അത് ആൽബത്തിന്റെ പേരെന്തായിരുന്നു? ആറുമുഖ പെരുമാൾ. അതിൽ വലിയ വലിയ സിംഗേഴ്സിനെയൊക്കെ വെച്ച് പാടിപ്പിച്ചിട്ടില്ലേ? സൗന്ദരരാജൻ ഉണ്ടായിരുന്നു, ഇല്ല സൗന്ദരരാജൻ ഉണ്ടായിരുന്നു, SPB ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അത് ത്യാഗരാജൻ ആ പർട്ടിക്കുലർ ആൽബത്തിൽ എന്ത് ചെയ്തു? മ്യൂസിക് വാസ് ഡൺ ബൈ യു, അല്ലെ? അപ്പോ യു ആർ ടീച്ചിങ് ദം ടു സിംഗ് യുവർ സോങ്സ്. കറക്റ്റ്. But now due to the latest system, you need not teach them virtually. Okay. You sing. ട്രാക്ക് പാടിയത് അത് കേട്ടിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താ വെച്ചാൽ ആ സൗന്ദരരാജനെ SP ബാലസുബ്രഹ്മണ്യം ആ സമയത്ത് ഒരു വിത്തൗട്ട് ട്രാക്ക് ആയിരിക്കുമല്ലോ പാടിപ്പിച്ചിട്ടുണ്ടാവുക. Without track or but you were there present in front of them. Yes. How was your feeling? The interaction between the music director and the Soundararajan. They did not tell that it is not good, the track singing. They just asked who has sung this track. Oh, okay. Oh, you have sung. That was their. And our musicനെ പറ്റിയിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും? ഓർക്കസ്ട്രേഷനെ പറ്റി നമ്മള് TM സൗന്ദരരാജൻ അധികം പറഞ്ഞിട്ടില്ല. ഒരു പാട്ട് TM സൗന്ദരരാജൻ പറഞ്ഞു, it is very good. One composition he said, I have never sung in this range. Oh. And he was very happy that he said, I think I have sung only one song in this range. ഈ range I'm sorry, I am not a musician, but I know little bit. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മളെ രവീന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞാൽ യേശുദാസിന്റെ ടോട്ടൽ റേഞ്ച് രവീന്ദ്രൻ മാഷ് എല്ലാ സോങ്സിലും യൂസ് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഹരിമുരളീരവം, പ്രമദവനം, അതിലെല്ലാം ഒരു ലോ റേഞ്ച് ടു ടോപ്പ്, അല്ലേ? ലോ ടു ടോപ്പ് റേഞ്ച്. അത് ആർക്ക് വേണ്ടിയിട്ട്, ഏത് സിംഗറിന് വേണ്ടിയിട്ടായിരുന്നു ത്യാഗരാജൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഒരു കമ്പോസിഷൻ ഇല്ല. എനിക്ക് അങ്ങനെ ഐ ഹാവ് നോട്ട് തോട്ട് ഓഫ് ദാറ്റ്. ബട്ട് സൗന്ദരരാജൻ സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ഐ ഹാവ് നെവർ സങ് ഇൻ ദിസ് റേഞ്ച്, ദാറ്റ് ഈസ് എ ലോ റേഞ്ച്. That is Soundararajan means always with high pitch and everything. Ennadi Rakama style. Ennadi Rakama, Yaar Ka Hai, like that. He said this particular song is very very melodious, and I have never sung. And he himself was surprised that he could sing like this at this age. So that was his reaction. And the same way Sushila specifically mentioned about one song, that the composition is very good in that particular album. Yes. And she said, and when you were talking about my singers, one of the singer, my sister only had sung one song in the album. Okay. So when we wanted to record it with Vani Jairam's husband and Vani Jairam's recordist, they told, why you want Vani Jairam? This lady itself is singing like Vani Jairam only. There is no need to call Vani Jairam. Ask her only to sing. In their own studio. Your sister, what is her name? Vijayalakshmi. Vijayalakshmi. Yeah. She's still into singing field? Yeah, still there. And SP Balasubramaniam, when he was to sing one song of my composition, one of the very knowledgeable person, HMV Raghunathan, was with me. He said that he will not be able to sing this song because it is not his range. Oh. And I was very much disappointed because I had come all the way from Bombay to record this song. So when I went to SP Balasubramaniam and asked him, Sir, Raghunathan is telling that what should I do now? And I said, Malayalam singer has sung this song in the Malayalam version. He said they can sing. Raghunathan said they can sing because their range is like that. But SP has never sung in this range. So when I went to SP, he said, you don't worry about that. I am just listening to the song. I am listening and I will tell you if I cannot sing.